അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, ഞാനും സുഖമായിരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമായിട്ടാണ്. നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറാനും നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാകാനും അതുപോലെ തന്നെ ജീവിതത്തിൽ റഹ്മത്ത് വന്നു ചേരാനും നമ്മുടെ ഓരോ ആഗ്രഹങ്ങളും നിറവേറാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ആത്മീയ വഴിയാണ് ഇന്ന് പറയുന്നത്. പലരും ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിക്കുന്നവരാണ്. ദാരിദ്ര്യം കൊണ്ടായാലും അതുപോലെ തന്നെ കടം കൊണ്ടായാലും നമ്മുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാനും ദാരിദ്ര്യം ഒക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള 2 ദിക്റാണ് ഇന്ന് പറയുന്നത്. ഈ ഒരു ദിക്റ് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ റഹ്മത്ത് വന്നു ചേരുന്നതാണ്. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറുന്നതാണ്. നമ്മുടെ ദാരിദ്ര്യമൊക്കെ നീങ്ങിപ്പോകുന്നതാണ്. നമുക്ക് ടൈം കിട്ടുമ്പോഴൊക്കെയും രാവും പകലും എല്ലാ സമയവും നമ്മൾ സ്വലാത്തിനെ അധികരിപ്പിക്കുക. ഈ സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ റഹ്മത്ത് വന്നു ചേരുന്നതാണ്. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി തരുന്നതാണ്. രണ്ടാമതായി പറയുന്നത് ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കുക എന്നതാണ്. അസ്തഗ്ഫിറുല്ലാഹിൽ അലീം, അസ്തഗ്ഫിറുല്ലാഹിൽ അലീം എന്ന ദിക്റ് ധാരാളമായി ചൊല്ലുക. ഒന്നാമത്തത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തിനെ അധികരിപ്പിക്കുക. രണ്ടാമതായി പറയുന്നത് ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കുക. ഈ 2 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് പടച്ച തമ്പുരാന് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു ഹൈർ നൽകുന്നതാണ്, റഹ്മത്തിന് ചൊരിയുന്നതാണ്, നമ്മുടെ ദാരിദ്ര്യമൊക്കെ മാറ്റിത്തരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം നിറവേറ്റി തരുന്നതാണ്. നല്ല ഈമാനോടുകൂടെ നല്ല വിശ്വാസത്തോടുകൂടെ എല്ലാ കാര്യവും ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെ നിൽക്കുന്നതാണ്. ഈ ഒരു അറിവിനെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല അറിവുമായി അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. അസ്സലാമു അലൈക്കും.